പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് 2024 വടക്കാഞ്ചേരി ഉപജില്ലാ മത്സരം സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് വടക്കാഞ്ചേരി ഉപജില്ലാ മത്സരം ഇന്ന് കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിക്കണം എന്നാണ് സംഘാടകർ നിർദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 13 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്ന ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് ഒരുപക്ഷെ കോടിക്കണക്കായ കുട്ടികൾ ഈ കാലയളവിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാകും. ഈ വർഷം തന്നെ വിദ്യാലയ തലത്തിൽ 45 ലക്ഷം കുട്ടികൾ പങ്കെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഉപജില്ലാ തലത്തിൽ അതിൻ്റെ മത്സരം നടക്കുന്നത്. ഈ ഉപജില്ലാ മത്സരത്തിൻ്റെ ഉദ്ഘാടന വേദി വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്. ഞങ്ങൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ MLAയും അധ്യക്ഷൻ പ്രിൻസിപ്പൽ ചെയർമാനും നേരത്തെ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. അദ്ദേഹം ഇവിടെ ഒരു 2 മണിക്കൂറെങ്കിലും പറയേണ്ട ഒരു വിഷയമാണ് 5 മിനിറ്റ് കൊണ്ട് പിന്നെ അവസാനം. നമുക്കറിയാം, അപ്പുറത്ത് ഡോക്ടർ KD ബാബുലെ, അദ്ദേഹം ഇതിന്റെ സംഘാടകരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ശ്രീകൃഷ്ണ കോളേജിലെ നേരത്തെ വൈസ് പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം CPIMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായിരുന്നു. ജില്ലയിലെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതാവും വളരെ പ്രധാനപ്പെട്ട അധ്യാപകമായ പ്രമോദ് മാഷ്. നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരിൽ ഒരാളാണ് പെരിങ്ങണ്ടൂർ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായ സുരേഷ് ബാബു മാഷ്. ജില്ലാ സപ്ലൈ ഓഫീസറായി പെൻഷൻ പറ്റി ഈ ബോയ്സ് ഹൈസ്കൂളിന്റെ തന്നെ പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന അയ്യത്ത് ബാലു എന്ന് ഞങ്ങൾ പറയും. സതീഷ് കുമാർ വേദിയിലുണ്ട്. മറ്റ് ദേശാഭിമാനി KC ജില്ലാ വൈസ് പ്രസിഡന്റ്. ഞാനിങ്ങനെ പരിചയപ്പെടുത്തിയത് എന്താ വെച്ചാൽ, ഈ ചുരുങ്ങിയ സമയത്ത് ഇവരെല്ലാം ഇവിടെ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് വേണ്ടത്ര നന്നാവില്ല എന്ന ഒരു ധാരണയാണ് ഞങ്ങൾ സംഘാടകരെ എന്ന രീതിയിൽ ധാരണയിലെത്തിയത്. അപ്പൊ ഈ അറിവുത്സവം വിവിധ വിഷയങ്ങളെ കുറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ പഠിക്കാനും അത് പറയാനും പെർഫോം ചെയ്യാനുമുള്ള കഴിവ് രൂപപ്പെടുത്താൻ. നമുക്കറിയാം, അറിവ്, വിജ്ഞാനം, ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി മാത്രമുള്ള അറിവുകളല്ല നാം സമ്പാദിക്കേണ്ടത്. ഏത് വിഷയമാണോ ആ വിഷയത്തിൽ ആഴത്തിലുള്ള അറിവുണ്ടാക്കുക, വിജ്ഞാനം ഉണ്ടാക്കുക എന്ന രീതിയിലുള്ള പഠനം ഈ അക്ഷരമുറ്റം പരിപാടിയുടെ ഈ ടാലന്റ് ഫെസ്റ്റിലൂടെ ആ ഒരു രീതി കുട്ടികളിൽ വളരെ ചെറുപ്പത്തിലെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ദേശാഭിമാനി നടത്തുന്നത്. ഈ മെഗാ പരിപാടിയുടെ നേരത്തെ പറഞ്ഞല്ലോ 45 ലക്ഷം കുട്ടികൾ വിദ്യാലയ തലത്തിൽ പങ്കെടുത്ത് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഉപജില്ലാതലം, ജില്ലാതലം, സംസ്ഥാനതലം തുടങ്ങിയ എല്ലാ മത്സരങ്ങളിലേക്കും കടന്നു വരാൻ പ്രാപ്തരാകട്ടെ നമ്മുടെ വിദ്യാർത്ഥികളെന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട്
വടക്കാഞ്ചേരി ഉപജില്ല അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ മുഖ്യ അതിഥിയായിരുന്നു. KSTA ജില്ലാ സെക്രട്ടറി K പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷരമുറ്റം ഉപജില്ലാ കൺവീനർ അജീഷ് കർക്കിടകത്ത്, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NT ബേബി, പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CS സുരേഷ് ബാബു, OSA സ്കൂൾ പ്രസിഡന്റ് AK സതീഷ് കുമാർ, PTA പ്രസിഡന്റ് CS നിഷാദ്, അക്ഷരമുറ്റം കൺവീനർ ജിതിൻ ജോസ്, അക്ഷരമുറ്റം ജോയിന്റ് കൺവീനർ സജി ഗോവിന്ദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.